നമസ്കാരം, ഞാൻ ശുഭശ്രീ പ്രശാന്ത്, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യനാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എങ്ങനെ ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് നേരിടാം എന്നുള്ളതാണ്. അപ്പോൾ ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കാര്യം ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ മദ്യം ഉപയോഗിക്കാത്തവർക്ക് പോലും ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിതമായ ഉപഭോഗം, അങ്ങനെയുള്ള എക്സസൈസ് ഇല്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ടായിട്ടോ അല്ലെങ്കിൽ വയറുവേദനയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷനുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മൾ അബ്ഡോമൻ USG ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ അബ്ഡോമൻ അതിനകത്ത് ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ നീങ്ങപ്പെട്ടിരിക്കുന്നു എന്നൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേഷൻ കാണുമ്പോൾ പൊതുവേ നമ്മളുടെ ചിന്തയിലുണ്ടാകുന്ന കാര്യം, ഇത് പൊതുവേ ഇപ്പോൾ എല്ലാവരിലും ആർക്ക് എടുത്താലും കാണാവുന്ന ഒരു കണ്ടീഷനാണല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മളിതിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രേഡ് ചേഞ്ചസ് ഫാറ്റിൽ വന്നു കഴിയുമ്പോൾ അത് നെക്സ്റ്റ് ഗ്രേഡ് ചേഞ്ചസ് ആയ സെക്കൻഡ് ഗ്രേഡ് ഫാറ്റി ചേഞ്ചസിലേക്ക് പോകാം. പിന്നീട് അത് ഫർദർ കണ്ടീഷൻസിലേക്ക് നീങ്ങാം. ഇനി ലിവർ സിറോസിസിലേക്ക് പോലും എത്താൻ ചിലപ്പോൾ കാരണമായേക്കാം. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിനെ നേരത്തെ അറിഞ്ഞ് ചികിത്സിച്ച് ഭേദമാക്കുക. അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ രാത്രിയിലെ ഭക്ഷണം, ഇപ്പോൾ നമ്മൾ പൊതുവേ ടെക്കീസിൻ്റെ ഇടയിലും മറ്റും കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പകൽ ഭക്ഷണം കഴിക്കാനുള്ള സമയം പരിമിതി മൂലം രാത്രിയിൽ വളരെ വൈകി വളരെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ രീതികൾ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, ജീവൻ ഏകുന്നതും ആഹാരം, ജീവൻ എടുക്കുന്നതും ഇന്ന് ആഹാരം. അപ്പോൾ ആ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ല് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. ജീവൻ നൽകുന്ന ആഹാരം തന്നെ നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക, ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുക, നമ്മുടെ നോർമലി ഉള്ള കണ്ടീഷൻസ് എല്ലാം മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിന് സമയക്രമം ഉണ്ടായിരിക്കുക, കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ആവശ്യമുള്ള പോഷകങ്ങൾ ഉണ്ടായിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവശ്യ പോഷകങ്ങളെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് അത്യാവശ്യം വേണ്ട മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഫാറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ. ഫാറ്റ് വേണ്ട എന്നല്ല പറയുന്നത്, നമുക്ക് ആവശ്യമായ ഫാറ്റ് വേണം, അതിൽ ഓവറായിട്ട് ഫാറ്റ് വേണ്ട. അതുകൂടാതെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് ആവശ്യമാണ്, അതായത് മിനറൽസും വൈറ്റമിൻസും. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഭക്ഷണത്തിനോടൊപ്പം തന്നെ ആവശ്യമായ വെള്ളം കുടിക്കുക. അതിനോടൊപ്പം തന്നെ വ്യായാമവും അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പോൾ ഫാറ്റി ലിവർ കണ്ടീഷൻസിലേക്ക് പോകുന്നതിന്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷനിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഔട്ട്സൈഡിൽ നിന്നും അമിതമായി കഴിക്കുന്ന ഭക്ഷണം, രാത്രി വൈകിയുള്ള ഭക്ഷണ സംസ്കാരം, പിന്നെ ജങ്ക് ഫുഡ്സിൻ്റെ ഒരു ഇൻടേക്ക്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പൂർണ്ണമായും ഒഴിവാക്കാൻ ഒന്നും നമുക്ക് സാധിക്കില്ല, പക്ഷേ നിയന്ത്രണം എന്നുള്ളത് നമുക്ക് വേണം. നമ്മൾ എന്തെടുത്താലും, എന്ത് കഴിച്ചാലും, എന്ത് ചെയ്താലും നമ്മൾ അതിനൊരു ബാരിയർ കൊണ്ടുവരിക, ഒരു നിയന്ത്രണ രേഖ നമ്മൾ സ്വയം നിശ്ചയിക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. ആ നിയന്ത്രണ രേഖയ്ക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പല കണ്ടീഷൻസും മാറ്റി വെക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ലിവറിൻ്റെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ലിവർ ചെയ്യുന്ന ജോലി നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിൽ നിന്നും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളവ തരംതിരിച്ച് അതിനെ വേർതിരിച്ച് അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാക്കി മറിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഭംഗം വരികയോ ചെയ്യുന്നത് നമുക്ക് മറ്റ് പല അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പല കണ്ടീഷൻസിലേക്കും നമുക്ക് മറ്റ് പല ഡെഡ്ലി കണ്ടീഷൻസിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സമയബന്ധിതമായി ആഹാരം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, അമിതമായി പുറത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കൊഴുപ്പടങ്ങിയ സാധനങ്ങൾ അല്ലെങ്കിൽ അമിതമായ കൊഴുപ്പടങ്ങിയ സാധനങ്ങൾ, വറുത്തത്, പൊരിച്ചത്, പ്രീ ഹീറ്റഡ് ഓയിലിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ളവയൊക്കെ നിയന്ത്രിക്കുക. മൈദ ധാരാളം അടങ്ങിയ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ് അടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുക. പിന്നെ വ്യായാമം ചെയ്യുക. ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഇത് നമുക്കൊരു ചെറിയ ഒരു സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ജനറലായിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഇതിൻ്റെ കണ്ടീഷൻസ് ഓരോരുത്തർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ അത് ഓരോ വ്യക്തിഗതമായിട്ട് തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. ഇത് പേഴ്സണലി അല്ല പറയുന്നത്, ഇതൊരു പൊതുവായ കാര്യമാണ്. അപ്പോൾ പൊതുവായി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഡയറ്റീഷ്യനെയോ കണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുക. ആഹാരം ആവശ്യത്തിന് മാത്രം കഴിക്കുക. ആഹാരം അമൃതാണ്. ആ അമൃത് നിങ്ങൾക്ക് ജീവനേകാനായിട്ട് ഉപകരിക്കട്ടെ. നന്ദി, നമസ്കാരം.